ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശനിയാഴ്ച കേട്ടോ, 7:57 ആയിട്ടുണ്ട് സമയം. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ 6 മണിക്കൊക്കെയാണ് ഇറങ്ങൽ. അപ്പോൾ ഇന്ന് ആരൊക്കെയാണ് ഫസ്റ്റ് വള്ളികൾ, ഏതൊക്കെ വള്ളികൾ കയറുമോ, എന്തൊക്കെ സംഭവിക്കാമെന്ന് നോക്കി നോക്കാം. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. 7:57 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ കേട്ടോ. എല്ലാവരും പണിക്ക് പോകാൻ തുടങ്ങി, ബംഗാളികളൊക്കെ കുറേ ബംഗാളികൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളും പണിക്കിറങ്ങട്ടെ. 91 കിലോമീറ്റർ ആട്ടോ ഇന്നലെ നമ്മൾ CNG ഓടിയത്. 5 വട്ട ബാലൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബിയിൽ 158 കിലോമീറ്ററാണ് ഇന്നലെ ഓടിയത്. അത് ഇന്നലത്തെ മിന്നാമത്തെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ 0 ആക്കിയിട്ടുണ്ട്. ഇനി അത് CNGക്ക് ഇപ്പോൾ മാറും. പിന്നെ വണ്ടിൻ്റെ കോൾഡ് സ്റ്റാർട്ടിങ് ഒക്കെ കഴിയട്ടെ. അപ്പോൾ ഇതിന് ഞാൻ ഊബർ ഓൺ ആക്കട്ടെ. ഊബർ അപ്ഡേഷൻ ഉണ്ടോയെന്ന് അറിയില്ല. ഊബർ ഡെയിലി ഇതിങ്ങനെ നോക്കണം, ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ റേഞ്ചിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ടേ നമുക്ക് കുറച്ച് അപ്പുറം പോയിട്ട് അവിടുന്ന് നോക്കി നോക്കാം. അപ്പോൾ ജസ്റ്റ് അവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട്, കോൾഡ് സ്റ്റാർട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഊബർ ഓൺ ആക്കിയിട്ടില്ല. പിന്നെ വൈപ്പറിലൊക്കെ വെള്ളം നിറക്കണം. വെള്ളമല്ല വൈപ്പറിൽ. അല്ല, ഇന്ന് വണ്ടി കഴുകണം, അടിയിൽ ഇറക്കണം. നാളെ ചിലപ്പോൾ ലീവായിരിക്കും, ഞായറാഴ്ചയാണ്. അപ്പോൾ നാളെ ലീവായതുകൊണ്ട് ഇന്ന് കുറച്ച് നേരം ഓടിയിട്ട് നമ്മൾ അടിയിൽ ഇറക്കാം. എന്നിട്ട് വണ്ടി കഴുകണം. അപ്പോൾ വൈപ്പർക്കൊക്കെ വെള്ളം നിറക്കണം. ഇത് നമ്മളെ നാട്ടിലത്തെ ഒരാളെ വണ്ടിയാട്ടോ, KL 71. ഇവിടെയാണ് അവർ താമസിക്കണം. ഇവിടെ വേറെ അടിയിൽ 3 വേറെ വണ്ടിയും കൂടി ഉണ്ട്. ആളെ ഞാൻ ഒരു വട്ടം ഇവിടുന്ന് പുറത്തുനിന്ന് കണ്ടപ്പോൾ സംസാരിച്ച് പിന്നെ ഞങ്ങൾ കമ്പനിയായി. പക്ഷെ നേരിട്ട് പിന്നെ ഒന്ന് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഓട്ടത്തിലേക്കരം, ചിലപ്പോൾ ആൾ ഓട്ടത്തിലേക്കരം. ഇപ്പോൾ ആളവിടെ ഉണ്ട്, ഉറങ്ങായിരിക്കും. അപ്പോൾ ഏതായാലും പിന്നീട് കാണാം. ചിലപ്പോൾ നാളൊക്കെ പറ്റുമോ നോക്കി നോക്കാം സംസാരിക്കാൻ. നമ്മൾ ഏകദേശം നിലമ്പൂരോ ആ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാരും തോന്നുന്നുണ്ട്. ഇവിടെ നമ്മൾ ചായ അടിച്ച് നമ്മൾ ബേക്കറിൻ്റെ അടുത്ത് ഏകദേശം എത്തിയപ്പോൾ, സെപ്റ്റോൻ്റെ അവിടെ എത്തിയപ്പോൾ ചെറിയ റേഞ്ച് വന്നുകൊണ്ട് തോന്നുന്നു. കണ്ടോ, ഊബറിന് അപ്ഡേഷൻ കിടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ഇത് എന്നാണ് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവണില്ല. അങ്ങനെ എന്തെങ്കിലും ഓണാക്കി ആവുമായിരിക്കും കരുതുക. അപ്പോൾ ഞാൻ കുറേ നോക്കിയിട്ട് ആവണില്ല. റാപ്പിഡോന് അപ്ഡേഷൻ അല്ല. അപ്പോൾ റാപ്പിഡോ വേഗം ഓണാക്കട്ടെ. ഓക്കെ, ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേഞ്ച് ഉണ്ട് തോന്നണേ. നമ്മളിപ്പോൾ ഈ കിടക്കണ ഈ ഭാഗത്തെ ഒരു വാഗനർ കുറേ ദിവസമായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നാട്ടിൽ പോയിക്കാൻ എന്താ അറിയില്ല. പിന്നെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ താമസിക്കുന്ന ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ ആകെ ചളിയായിട്ടുണ്ടായിരുന്നു മഴ പെയ്തിട്ട്. അപ്പോൾ അങ്ങനെ എടുക്കാത്ത പോലെ ഫീൽ ചെയ്തിന്. ഇനി എടുക്കലുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ ഊബർ എന്തായി? ഊബർ ഇല്ല, ആയിട്ടില്ല. ഊബർ ഡ്രൈവർ ആപ്പ് അതായിക്കൊണ്ടിരിക്കണം കേട്ടോ. റേഞ്ച് ചെറിയ ഫാസ്റ്റേ ഉള്ളൂ. വലിയൊരു തിരക്കില്ല കേട്ടോ ഇന്ന് റോട്ടിൽ. ഈ സമയം 8:07 ആയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാവലുണ്ട്, ലൈൻ ബസ്സായിട്ടും സ്കൂൾ ബസ്സായിട്ടൊക്കെ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് തിരക്ക് കുറവുണ്ട് തോന്നുന്നു. ഇങ്ങനെ കിട്ടണം നമുക്ക്. ഇങ്ങനെ കിട്ടുമ്പോഴാണ് ഓട്ടം കിട്ടണം കേട്ടോ. അപ്പോൾ എന്താ നോക്കി നോക്കട്ടെ. നമ്മൾ ഊബർ കഴിയട്ടെ. ഊബർ ഒരു 3/4 ഭാഗമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഊബർ അപ്ഡേഷൻ കഴിഞ്ഞുകൊണ്ടോ. ഇവിടെയൊക്കെ നല്ല സർജ് കാണിക്കുന്നുണ്ട്. ശനിയാഴ്ച ഒരു വണ്ടിയാളില്ലേ. ബ്ലോക്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സർജ് ഒന്നും ഒരു വിഷയമല്ല. ബ്ലോക്ക് ഇല്ലാണ്ട് നിൽക്കണം. ബ്ലോക്ക് ആയിട്ടാണോ അത് വണ്ടിയാളില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. അടിക്കുന്നുണ്ട്. 11 കിലോമീറ്റർ തൃപ്പൂണിത്തറ കേട്ടോ. മാച്ച് ട്രിപ്പാണ്. ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. വണ്ടിയാൾ കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. എന്താ നോക്കി നോക്കാം. റിക്വസ്റ്റ് മാച്ചിങ്ങിലാണ്. ഇതുണ്ടോ. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. രാവിലെ ഓണാക്കിയപ്പോൾ തന്നെ ട്രിപ്പ് അടിച്ചു അല്ലേ. അത് പോയി. ഇനിയിപ്പോൾ ഇവിടെ കാണിക്കും സോറി എന്ന് പറഞ്ഞാണ്ട്. എനിക്ക് നമ്മളെ സോറി ഒന്നും വേണ്ട. വാലറ്റിൽ 208 ഇങ്ങോട്ട് കിട്ടാനാട്ടോ. മൈനസ് അല്ല, ബ്ലാക്ക് കളറിലാണ്, ക്യാഷ് ഔട്ടാണ്. ഇതിപ്പോൾ അടിച്ചാൽ ഇപ്പോൾ തന്നെ കയറും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 10:30 സമയമൊക്കെ ആകുമ്പോൾ അക്കൗണ്ടിലേക്ക് വന്നോളും. നമ്മൾ ക്യാഷ് ഔട്ട് അങ്ങനെ അടിക്കലില്ല. അത് വരുന്ന സമയത്ത് വന്നോളും. പിന്നെ ഇപ്പം മറ്റേ സോറി വരുന്നില്ലല്ലോ. അപ്പോൾ ഏതായാലും ഇനി വെയിറ്റ് ചെയ്യാം നമുക്കിവിടെ. തവലപ്പാറയ്ക്ക് 34 കിലോമീറ്റർ കേട്ടോ. 794 രൂപയുടെ ഫസ്റ്റ് ഇന്നത്തെ രാവിലെ ഇൻ്റർസിറ്റി. അൺഡ്രോമെഡ മൂർത്തി എവിടെ നിന്നാണ്? 1 കിലോമീറ്റർ എന്തോ ഉള്ളു പിക്കപ്പ്. ഇത് മറ്റേതിൻ്റെ കേട്ടോ, ആദ്യം വന്നതിൻ്റെയാണ്. ഇത് വന്നു കഴിഞ്ഞാലാണ്ടോ ടച്ച് വർക്ക് ചെയ്യില്ല. ഓക്കെ, പെട്ടെന്ന് പോകും കുഴപ്പമില്ലാണ്ട്. 1.4 കിലോമീറ്റർ പിക്കപ്പ്, 3 മിനിറ്റ്. കസ്റ്റമറുടെ പേരെന്താ? ദിയോ. ഇത് തവലപ്പാറ വരുന്നത് ഇവിടെ അങ്കമാലി കൂടി പോയിട്ടാട്ടോ. നല്ല ഹൈവേ കൂടി ഇങ്ങനെ പോവാം. അങ്കമാലി കഴിഞ്ഞിട്ട് കിടങ്ങൂര്, തുറവൂര്, ആനപ്പാറിൻ്റെ ഒക്കെ ഏകദേശം അടുത്താണ്. മഞ്ഞപ്രയാണിത്. മഞ്ഞപ്ര ആ ഭാഗത്ത്. ഓക്കെ. അപ്പം റാപ്പിഡോ 323 രൂപ. സൗത്ത് റെയിൽവേ സ്റ്റേഷനിക്ക് 15, 16, 17, 18 കിലോമീറ്റർ 323. 18 കിലോമീറ്റർ 323 രൂപ. 18 കിലോമീറ്റർ
ഞാൻ ഊബറിൻ്റെ ട്രിപ്പാട്ടോ പിക്ക് ചെയ്യാൻ പോകുന്നത്. റാപ്പിഡോ ഞാൻ ക്യാൻസൽ ചെയ്ത്. പിന്നെ ഇത് അത് ഞാൻ വെച്ച് നോക്കിയപ്പോൾ കിലോമീറ്ററിന് നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിക്കപ്പും ഡ്രോപ്പും പാടെ കൂടിയപ്പോൾ കിലോമീറ്ററിന് 10,000 രൂപ വെച്ച് കിട്ടുന്നുണ്ട് റാപ്പിഡോ. പിന്നെ റാപ്പിഡോൻ്റെ എന്താ സുഖം ചോദിച്ചാൽ നമ്മൾ എറണാകുളം വിട്ട് പോകണില്ല, നമുക്ക് വീണ്ടും ട്രിപ്പ് അടിക്കും. ഈ ട്രിപ്പ് എന്താ വെച്ചാൽ ആ മഞ്ഞപ്ര ഭാഗത്തേക്കൊക്കെ പോയാൽ ട്രിപ്പ് അടിക്കാൻ ചാൻസ് കുറവാണ്. ഇനി അഥവാ ട്രിപ്പ് എറണാകുളം ഭാഗത്തേക്ക് കിട്ടിയാൽ നമ്മൾ കഴിച്ചിലാവും ചെയ്യും. കാരണം അതേ റേറ്റിന് ഇങ്ങോട്ടും കിട്ടിയാൽ ഏകദേശം 1,500 റുപ്യേൻ്റെ അടുത്തായി. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ബൈ ചാൻസ് എഴുതിയിട്ട് പോവാണ്, ഒറ്റയടിക്ക് ഒരു പേയ്മെൻ്റ് ആവുമല്ലോ. അപ്പോൾ മറ്റേ ഞാൻ ഒഴിവാക്കി, റാപ്പിഡോ ഒഴിവാക്കി. പിന്നെ ഈ പോവാത്ത ട്രിപ്പ് എന്തിനാ എടുക്കണമെന്ന് വെച്ചാൽ ഏതാ ലാഭം നോക്കിയിട്ട് എടുക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ വലിയ സമയം കസ്റ്റമറിൻ്റെ നഷ്ടപ്പെടുത്തൂല. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്യാൻസൽ ചെയ്തു. കാരണം നമുക്ക് റാപ്പിഡോ നമുക്ക് ക്യാൻസൽ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഊബർ നമ്മൾ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ നടക്കില്ല. ഊബറാണ് ഇവിടെ മെയിനായിട്ട് കൂടുതൽ ഓട്ടം ഉള്ളത്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ റാപ്പിഡോ ഇങ്ങനെ എടുത്തിട്ട് മറ്റേ കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഊബറിൻ്റെ കസ്റ്റമറെ വിളിച്ച് പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ റാപ്പിഡോ എടുത്തിട്ട് ആക്കും പോലെ ആലോചിച്ച് നോക്കിയിട്ട് റാപ്പിഡോ ക്യാൻസൽ ചെയ്യുക, പോവുക. നമുക്ക് ലാഭമുള്ളതാണല്ലോ നമ്മൾ പോവുക, അല്ല പോലെ കൊണ്ടുപോയിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഏതായാലും നമ്മളെ ദിയോനെ പോയി ഡ്രോപ്പ് ചെയ്യട്ടെ. അപ്പോൾ ഇന്നലെ രാവിലെ നമ്മളെ ഊബർ ഒന്ന് വെറുപ്പിച്ചു. ഇന്ന് അതിന് പകരം നല്ലൊരു ഇൻട്രസിറ്റി തന്നിട്ടുണ്ട് രാവിലെ തന്നെ. ഇനിയിപ്പോൾ അവിടുന്ന് എന്താ അവസ്ഥ എന്നാവോ. മഞ്ഞപ്പുറയിൽ പോയിട്ട് റിട്ടേൺ തന്നാൽ നമുക്ക് കോൾ അടിച്ച് നോക്കി നോക്കാം നമുക്ക്. ഒക്കെ വിധി പോലെ. അങ്ങനെ നമ്മൾ ഇന്നത്തെ രാവിലത്തെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഏകദേശം 1 മണിക്കൂറോളം സമയം എടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ 9 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഈ ട്രിപ്പിന് സമയം. 32.73 കിലോമീറ്ററാണ് ഓടിയത്. 971 വാങ്ങി, 756 നമ്മളെ ഏണിങ്സ്. ഇത് ഏകദേശം ഉള്ളിലാട്ടോ നമ്മൾ ഡ്രോപ്പ് ചെയ്തത്. അങ്കമാലിയിൽ നമ്മളൊരു 8 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോന്നിട്ടുണ്ട്. പിന്നെ 1 മണിക്കൂർ എടുക്കേണ്ട സമയമില്ല, ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മളിവിടെ തുറവൂരോ ഇവിടെ ഏതൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് എന്താ വെച്ചാൽ ഒരു പ്രഗ്നൻ്റ് ഉണ്ടായിരുന്നു മുമ്പിൽ ഇരിക്കണേ. അപ്പോൾ ബാക്കിൽ ഒരു അനിയത്തിയും പിന്നെ അമ്മയും തോന്നുന്നുണ്ട്, പിന്നെ ചെറിയ 2 കുട്ടികളായിരുന്നു. അപ്പോൾ ഇവിടെ പ്രഗ്നൻ്റ് ഉള്ളൊരു ചേച്ചിയായിരുന്നു. അപ്പോൾ അതൊക്കെ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏകദേശം ഇവിടെ ഈ തുറവൂര് ഭാഗത്തെത്തുമ്പോൾ നമ്മളോടൊന്ന് സൈഡാക്കാൻ പറഞ്ഞു. എന്തോ ഛർദ്ദിക്കാൻ വരുന്നവരെന്തോ ഉണ്ട് പറഞ്ഞ് നമ്മൾ നിർത്തി കൊടുത്തു. ഒരു 10 മിനിറ്റോളം അവിടെ വെള്ളം കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, കാരണം അങ്ങനത്തെ ഒരു സാഹചര്യമല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയും വെയിറ്റിംഗ് ഇല്ല എന്നൊക്കെ പറയും. കാരണം ഇങ്ങനത്തെ ഒരു ട്രിപ്പല്ലേ, ലോങ് ട്രിപ്പാണ്. ഈ പ്രഗ്നൻ്റ് ട്രിപ്പ് എടുക്കുന്നത് നമുക്ക് വലിയൊരു ഇതില്ല. പിന്നെ രാവിലെയാണ്, ഇന്ന് ശനിയാണ്, നല്ല ബ്ലോക്കില്ല. മറ്റേ മെയിൻ റോഡ് ഹൈവേ വഴിയാണല്ലോ പോയിരുന്നത്, അതുകൊണ്ട് എടുത്തതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ വണ്ടി കയറുമ്പോൾ തന്നെ പറയും പ്രഗ്നൻ്റ് ആണ്, പതുക്കെ പോകണേ. ഇങ്ങനത്തെ ലോങ് ട്രിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ പറയും വണ്ടി സസ്പെൻഷന് മറ്റേത് കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. കാരണം ഇത്ര ലോങ് ട്രിപ്പ് ഇപ്പോൾ 1 മണിക്കൂറോളം നമ്മൾ പതുക്കെ പോരേണ്ടി വരും. ഈ ബ്ലോക്കുള്ള സമയത്തും കുഴികളുള്ള റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായത്. പിന്നെ ഹൈവേ ആണ്, ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുഴപ്പമില്ലാതെ പോകുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് റിട്ടേൺ ട്രിപ്പ് ഇട്ടണം. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ നിർത്തി കൊടുത്തു. ഞാൻ കരുതി വല്ല എന്തെങ്കിലും കൂടുതലൊക്കെ കിട്ടുന്ന രീതി. ലൊക്കേഷൻ കറക്റ്റാണോ, ഡ്രോപ്പ് ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷനാണ്, എക്സ്ട്രാ ഓടിയിട്ടില്ല. പക്ഷെ നമ്മൾ വെയിറ്റിങ്ങിന് നമുക്ക് ചോദിച്ചു വാങ്ങാനും പറ്റില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിർത്തി കൊടുക്കണോണ്ട് ഏകദേശം ഒരു 10-15 മിനിറ്റോളം നിന്നിട്ടുണ്ടാവും. ആള് പുറത്ത് പോയിട്ട് വെള്ളമൊക്കെ കുടിച്ച് വന്നാക്കും പോലെ വന്ന്. പിന്നെന്താന്നോ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തു, നിർത്തി കൊടുത്തു. അവർ വെള്ളമൊക്കെ കുടിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി കയറി. പിന്നെ പൈസ തരുന്നതെന്ന് അവരിഷ്ടമാണ്, നമുക്ക് ചോദിച്ചു വാങ്ങാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. എല്ലാത്ത സംഭവമാണ്. അവർക്ക് വല്ല പച്ചക്കറി വാങ്ങാനോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സമയം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചോദിക്കും വെയിറ്റിംഗ് ഇല്ല എന്ന് പറഞ്ഞിട്ടൊക്കെ. കാരണം നമുക്ക് വെയിറ്റിംഗ് ഇല്ല ഈ ട്രിപ്പിൽ. അപ്പോൾ ഏതായാലും ഇപ്പോൾ ആ ട്രിപ്പ് കഴിഞ്ഞു. 1 മണിക്കൂറും 19 മിനിറ്റോ അത്ര സമയം എടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഈ കാണുന്ന റോഡിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ നേരെ പോയാൽ അങ്കമാലി എത്തും. നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം തുറവൂരിൽ നിന്ന് ഒരു 1 കിലോമീറ്ററോളം ഇങ്ങോട്ട് കയറി പോന്നിട്ടുണ്ട് അങ്കമാലി ഭാഗത്തേക്ക്. തുറവൂരിൽ നിന്ന് 2-3 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു അവരെ ഡ്രോപ്പ് ചെയ്തത്. നല്ല മഴ ഉണ്ട് കേട്ടോ, രാവിലെ മുതലേ നല്ല മഴക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ കുറച്ചപ്പുറത്ത് സൈഡാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു 10 മിനിറ്റോളം നിന്ന് നോക്കാം. 9:53 ആയിട്ട് സമയം. ഒരു 10 മണി വരെ നിൽക്കുക. കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. റാപ്പിഡോ പാടെ ഓൺ ആക്കിയിട്ടുണ്ട്. ഞാൻ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, താങ്കൾ ഊബർ ഡ്രോപ്പ് ചെയ്ത് കസ്റ്റമറിനെ പേഴ്സണൽ ഗസ്റ്റായി എടുക്കുന്നത് ഊബർ റൂൾസ് റെഗുലേഷൻ അത് തെറ്റാണ്. അത് താങ്കൾ വീഡിയോയിലും മറ്റു ഡ്രൈവർമാരെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ പറയുന്നതും താങ്കളുടെ ഭാവിയിൽ ഊബർ പ്രൊഫൈലിന് ബാധിക്കും.
അപ്പോൾ അത് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ ഒരു കമൻറ്റും കൂടി വന്നു, നിങ്ങളത് ചെയ്താലും ഇങ്ങനെ പറയാൻ പാടില്ല, എല്ലാവരും അങ്ങനെ ചെയ്താൽ. അതിലിപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ആദ്യം പറഞ്ഞത് റൂൾസ് ഓക്കെ, ഊബറിൻ്റെ ട്രിപ്പ് അങ്ങനെ എടുക്കാൻ പാടില്ല, മോശമാണ്. നമുക്ക് ലാഭമുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യുള്ളൂ. അതിപ്പോൾ അങ്ങനെ അത് ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാണ്. അന്ന് ബ്ലോക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ എന്തോ വണ്ടി ഇടിച്ചു എന്നില്ല എന്തോ ഓപ്ഷന് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയതാണ്. ഇനിയിപ്പോൾ അല്ലാണ്ട് ചെയ്താലും എനിക്ക് ലാഭമുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യുള്ളൂ. അതിപ്പോൾ ഏത് ഡ്രൈവറാണെങ്കിലും ഇപ്പോൾ 15 റുപ്യ കിലോമീറ്ററിന് ഊബർ തരികയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് 20 രൂപ വെച്ച് കിട്ടും. അപ്പോൾ നമുക്ക് അതാ ലാഭം. കാരണം ഊബറിന് ഒരു ചിലവുമില്ല. ഊബറിന് ജസ്റ്റ് നമുക്ക് ട്രിപ്പ് തരുന്നു മാത്രമേ ഉള്ളൂ. വണ്ടി നമ്മളതാണ്, എല്ലാം നമ്മളതാണ്, എണ്ണ നമ്മളതാണ്, ഒക്കെ നമ്മളതാണ്. ഒരു ചിലവ് ഊബറിനില്ല. ഊബർ നമുക്ക് ട്രിപ്പ് തരുന്നു അത്രേ ഉള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട, ഒക്കെ നമ്മളെ ഇഷ്ടമാണ്. ഇപ്പോൾ പേഴ്സണലാക്കി പോയാലും. പക്ഷേങ്കിൽ വേറെന്താ പ്രശ്നം വെച്ചാൽ ഊബർ ചിലപ്പോൾ നമ്മളെ അക്കൗണ്ടാണ് കളയും. അത് എനിക്ക് വിഷയമല്ല. ഇനിയിപ്പോൾ ചെയ്യണവർക്ക് വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെയ്യും വേണ്ടിട്ട് നമ്മളാരും പ്രോത്സാഹിപ്പിക്കില്ല. എനിക്കിപ്പോൾ ഏകദേശം ഊബറൊക്കെ മടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഊബർ അക്കൗണ്ട് പോയാലും നമുക്ക് വലിയ വിഷയമില്ല. നമ്മൾക്ക് സ്വന്തം വണ്ടിയാണ്, റെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ 2000 റുപ്യ 1500 റുപ്യ ഏൺ ചെയ്താലും നമുക്കത് മതി. നമ്മളല്ലെങ്കിൽ ഓടലില്ലല്ലോ. നമ്മൾ ഒരു ഈവനിങ് ആകുമ്പോൾ നിർത്തും. ചിലപ്പോൾ 1000 റുപ്യക്ക് ആയാലും നമ്മൾ നിർത്തും. 500 റുപ്യക്ക് ഇപ്പോൾ മിന്നാന്ന് 2 ട്രിപ്പ് എടുത്തിട്ട് നിർത്തി. ഇന്നലെ ഏകദേശം 1000 റുപ്യക്ക് നിർത്തി. നമ്മളിങ്ങനെ ഉള്ളൂ. അതിപ്പോൾ നമുക്ക് റാപ്പിഡോയിൽ ഒരു 4 ട്രിപ്പ് 3 ട്രിപ്പ് എടുത്താലും നമുക്ക് കിട്ടും. അപ്പോൾ ഊബർ ഇപ്പോൾ പോയാലും നമുക്ക് വലിയ വിഷയമല്ല. അതുകൊണ്ട് നമ്മൾ നല്ല ലാഭമുള്ള ട്രിപ്പുകളൊക്കെ കണ്ടാലും നമ്മൾ പേഴ്സണലാക്കി കൊണ്ടുപോകും. നിങ്ങളത് ചെയ്താലും ഇങ്ങനെ പറയാൻ പാടില്ല, എല്ലാവരും അങ്ങനെ ചെയ്താൽ. അതെന്താ എനിക്ക് മനസ്സിലായില്ല. എല്ലാവരും ചെയ്താൽ അവർക്ക് ലാഭം കിട്ടും. പിന്നെന്താ വെച്ചാൽ അക്കൗണ്ട് പോയാൽ മോങ്ങാൻ പാടില്ല, അത്ര തന്നെ ഉള്ളൂ. അക്കൗണ്ട് പോയാൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ എന്തും ചെയ്യാം. പിന്നെ കസ്റ്റമർ നമ്മൾ തൊടും പിടിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ചെയ്യണമെന്നില്ലല്ലോ. നമുക്ക് ലാഭമുള്ള കാര്യങ്ങൾ ചെയ്യാം. ചിലപ്പോൾ ഊബറിനെ ഇഷ്ടപ്പെടില്ല, നമ്മൾ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അപ്പോൾ നമുക്ക് അക്കൗണ്ട് പോയാൽ എനിക്ക് വിഷയമല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഞാൻ ചെയ്യണ കാര്യങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോയിൽ പറയുന്നതിനുള്ളൂ. അപ്പോൾ ഇത് കണ്ട് ചെയ്യാൻ ആരും നിൽക്കണ്ട. ചെയ്യാൻ നിൽക്കണവർ ചിലപ്പോൾ അക്കൗണ്ട് പോകുന്നില്ല, പേടിയിൽ മാത്രം ചെയ്യാം. പിന്നെ വേറെ കുറേ ബുദ്ധികളൊക്കെ ഉണ്ട്. ഇൻ്റർസിറ്റികൾ പോകുമ്പോൾ ഞാനങ്ങനെ ചെയ്യലുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലോണോ. ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ആരും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവില്ല. വേറെ സംഭവം കൂടി ഉണ്ട്. അത് ഞാൻ അടുത്തതിൽ ചെയ്യുമ്പോൾ ആയിട്ട് പറയാം. അത് ഞാൻ ഇപ്പോൾ വല്ലാണ്ട് ചെയ്യലില്ല. എപ്പോഴും ഞാൻ ഇൻ്റർസിറ്റി വന്നപ്പോൾ പേഴ്സണലാക്കണമെന്ന് കരുതിയിന്. പിന്നെ ഞാനതങ്ങനെ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇതിന് ഞാൻ ചെറിയ കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ എല്ലാവരും ഇങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പമില്ല, പിന്നെ പ്രശ്നമാകുമ്പോൾ അവർ ചെയ്യുന്നവർ അക്കൗണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റും കൊടുത്തിട്ടുണ്ട് റിപ്ലൈ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഏകദേശം ഒരു 9:57 ഉണ്ട്, 57 ആയിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാം. നേരെ അങ്കമാലി പിടിക്കാം. കാരണം ഇത് കുറച്ച് ഉള്ളേരി ഇങ്ങോട്ട് ആയതുകൊണ്ട് ഈ തുറവൂർ ഭാഗത്തേക്ക് ഇവിടുന്ന് ഇപ്പോൾ തുറവൂരിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ 1.5 കിലോമീറ്റർ പോന്നിട്ടുള്ളൂ നമ്മൾ. അപ്പോൾ ഏതായാലും ഇവിടുന്ന് വണ്ടി എടുത്ത് മാറ്റാം. നമുക്ക് ഒരു ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അവിടുന്ന് പോന്നപ്പോൾ തന്നെ ഒരു 2 കിലോമീറ്ററിൽ നമുക്കൊരു പിക്കപ്പ് അടിച്ചിട്ടുണ്ട്. മറ്റേ 481 രൂപയുടെ ട്രിപ്പാട്ടോ. ഏലൂരിക്കാണ്, കളമശ്ശേരി ആ ഭാഗത്തേക്ക്. അപ്പോൾ ഞാനിപ്പോൾ റോങ് ആയിട്ടാണ് പോണത്. എനിക്കിവിടെ ഓടിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടണം. മഴയാണ്, നല്ല മഴയാണ്. അപ്പോൾ പെട്ടെന്നുള്ള ബ്രേക്ക് കൂടിയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ വണ്ടികളുണ്ട്, വന്ന് തോണ്ടി പോകും. അപ്പോൾ നമുക്ക് ഓടിക്കാൻ പറ്റിയ നല്ല ഗ്യാപ്പ് നോക്കണം. കാരണം ഇവിടെയൊക്കെ റോഡ് പണിയാണ്, ചാലുണ്ട്. അപ്പോൾ നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായാൽ വണ്ടി ഓടിക്കണം. ബാക്കൊക്കെയാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ കിലോമീറ്റർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കാണ്ടോ, 2.4 കിലോമീറ്ററായി. അങ്ങനെ നമ്മൾ ഏലൂരിൻ്റെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഈ ഒരു ചെറിയ ഫ്ലാറ്റ് എന്തോ ആണ് ഇവിടേക്ക് അതിന് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് കിട്ടിയത് 458 രൂപയാണ് നമുക്ക് കിട്ടിയത്. ക്യാഷ് കളക്റ്റ് 616 ഞാൻ പറയാൻ നിന്നില്ല, 17 എന്ന് പറയാൻ നിന്നില്ല. പക്ഷേങ്കിൽ ആൾ 620 ഇട്ടിട്ടുണ്ട്. ഇതുണ്ടോ, 620 രൂപ ഇട്ടിട്ടുണ്ട്. 23 കിലോമീറ്റർ ആയിട്ട് പോകുന്നത്. 44 മിനിറ്റ് എടുത്തു. ഇങ്ങോട്ട് പോകുന്നപ്പോൾ ചെറുതായിട്ട് ബ്ലോക്ക് പോലെ ചിലയിടത്തു കൂടെയൊക്കെ ചെറിയ ബ്ലോക്കുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് നേരെ പോയാൽ നമ്മളെ മഞ്ഞുമ്മൽക്കാൻ തോന്നുന്നുണ്ട്. മഞ്ഞുമ്മലെത്തും, മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ അവിടെ. അപ്പോൾ നമുക്ക് വല്ല തണൽ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ചായ കുടിക്കണം. സമയം 10:55 11 മണി ആയിട്ടുണ്ട്. നമ്മൾ റൂമിൽ നിന്ന് ഒരു ചെറിയ കാലിച്ചായയും പഴവും കഴിച്ചതല്ലേ. അപ്പോൾ ഒരു ചെറിയൊരു ചായയും ഒരു ചെറുകടിയും, എന്നിട്ട് ഉച്ച ഫുഡ് കഴിക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. ഇനി ബോംബെ കഫേയിൽ നിന്ന് ചായ കുടിക്കാം. ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അത് മഞ്ഞുമ്മൽക്കല്ല കേട്ടോ ചാടിയത്. ഏകദേശം നമ്മളെ കളമശ്ശേരി മെട്രോൻ്റെ അടിയിലേക്ക് തന്നെയാണ് വന്ന് കയറിയത്. എന്നിട്ട് നമ്മളവിടെ അപ്പോളോൻ്റെ അവിടെ യൂട്ടൺ അടിച്ച് തിരിച്ച് പോന്ന്. പിന്നെ അവിടെയൊക്കെ നല്ല ചെറുതായിട്ടൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പോയിരുന്ന വഴിക്ക് ലാസ്റ്റ് ആ മെട്രോൻ്റെ അവിടെ നിന്നാണ് നമുക്ക് ട്രിപ്പ് അടിച്ച്. മാച്ച് ട്രിപ്പ് ഒരു 4 മാച്ചേലും വന്നിട്ടുണ്ടാവും, പക്ഷെ ഒന്നും കിട്ടിയില്ല. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് സിമ്മിൽ 4G ആണ്. 5G ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇപ്പോൾ മാച്ച് ട്രിപ്പുകളൊന്നും നമുക്ക് കിട്ടണില്ല.
ഒക്കെ വേറെ വണ്ടിക്ക് അക്സെപ്റ്റ് ആവുക. നമ്മൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്താലും കിട്ടണില്ല, എന്താ സംഭവം എന്നാവും. പിന്നെ കുറേ ആൾക്കാർക്ക് എല്ലാവർക്കും ഇപ്പോൾ മാച്ച് ട്രിപ്പ് കൂടുതൽ വരുന്നത്, ട്രിപ്പുകളൊക്കെ കുറവാണ്. ഒക്കെ മാച്ച് ട്രിപ്പായിട്ടാണ് എല്ലാവർക്കും വരുന്നത്. എല്ലാവരും പറയേണ്ടത് കണ്ടോ, വീണ്ടും ഒരു മാച്ച് വന്നിട്ടുണ്ട്. ഒക്കെ പിക്കപ്പ് കുറവാട്ടോ. ഇത് കിട്ടുന്നുണ്ടോ, ഇതും കിട്ടിയില്ല. അപ്പോൾ ഏകദേശം നമ്മൾ ബോംബെ കഫേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഒരു 200 മീറ്റർ കൂടി പോയാൽ ബോംബെ കഫേ എത്തും. അപ്പോൾ അവിടെ സൈഡാക്കിയിട്ട് ചായ അടിക്കാം. ചായ അടിക്കുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യും. പിന്നെ ഓഫ് ചെയ്ത് ഓണാക്കുമ്പോൾ ചിലപ്പോൾ ട്രിപ്പ് അടിക്കൂല. എന്തായാലും കുറച്ച് ആഴ്ചത്തിന് പോസ്റ്റ് ആക്കാരം. അതെന്തായാലും ആവട്ടെ, നമുക്ക് ചായ അടിച്ചിട്ട് ബാക്കി പരിപാടി. അപ്പോൾ ലാസ്റ്റ് ഇവിടെ വണ്ടി നിർത്താൻ നേരത്തെ 2 മാച്ച് വന്ന്, 2 അക്സെപ്റ്റ് ആയില്ല. ലാസ്റ്റത്തെ കുറച്ചും കൂടി ടൈം ഇങ്ങനെ ലോഡായി കിട്ടിയില്ല. അപ്പോൾ ഇനി ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പോയിട്ട് ചായ അടിക്കാം. ബോംബെ കഫേ കാണുന്നതാട്ടോ ഈ ചോപ്പ് കുട വെച്ചത്. അപ്പോൾ ചായ അടിക്കട്ടെ. റാപ്പിഡോ ഒരു ട്രിപ്പ് അടിച്ചിട്ടില്ല. പിന്നെ നമ്മൾ 2 മറ്റേ ഇൻട്രസീറ്റ് എടുത്ത് പോയതുകൊണ്ട് നന്നായി. ടോട്ടലി 2 ട്രിപ്പ് കൊണ്ട് 1215 രൂപ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം ലോങ്ങുള്ള ട്രിപ്പ് കിട്ടിയോണ്ട്. അപ്പോൾ ഇനി പോയി ചായ അടിക്കട്ടെ. നമുക്ക് ചായ അടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 11:30 സമയമായപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, സന്ദീപ്. അപ്പോൾ നമ്മളെ ബോംബെ കഫേൻ്റെ തൊട്ടപ്പുറത്തൊരു പുതിയ റെസ്റ്റോറൻറ്റ് ഉണ്ട്. പുതിയത് പറഞ്ഞാൽ കുറച്ചായപ്പോൾ തുടങ്ങിയിട്ട്, ഒരു റോസ് മാംഗോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. പക്ഷേങ്കിൽ ചെറുതായിട്ട് മഴ ചാറിനോണ്ടേ ഫാമിലിയാണ്, 2 കുട്ടികളും ഉണ്ടോണ്ട് ചെറുത്. അപ്പോൾ ഞാൻ അവരെ കണ്ടു, കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചു കൊടുത്തു, ഓടിച്ച് വരാമെന്ന് പറഞ്ഞ്. വണ്ടി ഇപ്പുറത്തായിരുന്നു. അപ്പോൾ യൂട്ടേൺ അടിച്ചപ്പോൾ പോന്ന്. ഇപ്പോൾ അതാ വീണ്ടും ബോംബെ കഫേ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബോംബെ കഫേ. അതിൻ്റെ തൊട്ടപ്പുറത്താണ് പിക്കപ്പ് കിടക്കുന്നത്, റോസ് മാംഗോ. അങ്ങനെ ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടോ. അതിന് നമുക്ക് കിട്ടിയത് 139 രൂപയാണ്. ചെറിയ ദൂരം ഉണ്ടായിരുന്നുള്ളൂ, 5.56 കിലോമീറ്റർ, 15 മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുണ്ട്. 150 ടോട്ടൽ വാങ്ങി, 140 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പോന്നിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഒരു 600 മീറ്റർ അപ്പുറത്തു നിന്നാണ് ആളെ ഡ്രോപ്പ് ചെയ്ത്. ഈ ലോറിൻ്റെ അപ്പുറത്താണ് റോഡ്. ഞാൻ ഇതിൽ കൂടി ഇങ്ങനെ വല്ല ചുറ്റി വന്നിട്ട്, ഇവിടെയൊക്കെ വണ്ടികളാണല്ലോ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഇടണ്ടെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് റൈറ്റിൽ തിരിച്ചപ്പോൾ ഉണ്ട് ഇവിടെ ഒരു ടാക്സിക്കാരോ. വണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ, ആളെ കാണാനില്ല. ആളെനിക്ക് തോന്നുന്നത് മുമ്പത്തെ വീട്ടിലൊക്കെ എവിടെയെങ്കിലും താമസിക്കുന്ന ആളായിരിക്കും. ഇവിടെ കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രൗണ്ടിൽ നിർത്തിയിട്ടിരിക്കണേ. അവിടെ എന്തൊക്കെയാണ് നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു കൊക്ക പോലെ എന്തോ താഴ്ചയാണ് സംഭവം. ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഇവിടെ ചെറിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു താഴ്ച ഉണ്ട് കണ്ടോ. അപ്പോൾ ഇവിടേക്ക് കാടാണ്, അല്ലെങ്കിൽ അവിടെ പോയി അവിടെ ഏതൊരു ബിൽഡിംഗ് ഒക്കെ എനിക്ക് തോന്നുന്ന പോലെ കേസായിട്ട് കിടക്കായിരിക്കും. പണി കഴിഞ്ഞാൽ കുറേ മുമ്പ് പണി കഴിഞ്ഞ പോലെ ഉണ്ട്. പൂപ്പൽ പിടിച്ചുകൊണ്ടൊക്കെ കിടക്കണേ കണ്ടോ, ആ ഒരു ഗ്രേ കളറ്. എനിക്ക് തോന്നുന്നത് എന്തായാലും ഇങ്ങനത്തെ കുറേ ബിൽഡിംഗ് ഉണ്ട് ഇവിടെ എറണാകുളത്ത് കേസ് കിടക്കണേ. ഇത് എന്ത് ഗ്രൗണ്ടെന്നാവോ, കുറേ വണ്ടികളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ വണ്ടിമേ അത്യാവശ്യം ചളിയായിട്ടുണ്ട്. ഇന്നെന്തായാലും കഴിക്കണം, വീട്ടിൽ അടിയൊക്കെ ഇറക്കിയിട്ട് കഴിക്കണം. നാളെ ചിലപ്പോൾ ലീവേ കരം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഉച്ച വരെ ഓടണം നാളെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി 15-ാം തീയതി നമ്മൾ ഈ ഒരു ഭാഗം മുതൽ ഇങ്ങനെ ഇതിൻ്റെ ബാലൻസ് ആട്ടോ, ആ അടിയിൽ കൂടി പോണ സാധനം അത് മാറും, 2 ഡോറ് മാറും. ഇത് ചെക്കൻ മാറിയിക്കല്ലാന്ന് തോന്നുന്നത്. കാരണം നമ്മൾ ഈ ഒരു സംഭവം കണ്ടോ, ഡോറ് തുറക്കുമ്പോൾ ഇങ്ങനെ സ്ക്രാച്ച് ആവണ സാധനം ഇത്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ മറ്റേ ഡോറുമ്പോൾ കിടക്കുന്നുണ്ട്, ചെറുതായിട്ട് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പെയിൻ്റ് അടിച്ച് തന്നിക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്കിപ്പോൾ പെയിൻ്റ് അടിക്കുകയാണെങ്കിലും 714 ചെയ്ത് കിട്ടില്ലല്ലോ പുറത്തുനിന്ന്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബമ്പറും അടിച്ചിട്ട് മാറും കേട്ടോ. ഇവിടുത്തെ ഈ ഒരു ഭാഗത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതുണ്ടോ, ചെറിയ സ്ക്രാച്ച് വീണിട്ടുണ്ട് നാളെ ഒരു ഡ്രോപ്പ് ചെയ്തപ്പോൾ. ശരിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോയെന്നാവോ ഈ വണ്ടിമുള്ള ഈ ചെറിയ വില, എന്താ നമുക്കറിയില്ല കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും ബാക്കിൽ എന്തെങ്കിലും അതിനർത്ഥം ഉണ്ടോയെന്ന് നമുക്കറിയില്ല. ചെറിയ വിലക്കൊക്കെ എന്താ ഇപ്പോൾ പ്രശ്നം. ഓക്കെ, ഇൻഷുർ തെറ്റിയാലും ടയർ തേഞ്ഞാലൊക്കെ ഓക്കെ, അതൊക്കെ സേഫ്റ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മാറ്റാമെന്ന് പറയുന്നതിനൊരു അർത്ഥമുണ്ട്. ഇതിപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കണം, ഒരു 5 കൊല്ലത്തിന് വണ്ടിമേ സ്ക്രാച്ച് ഉള്ളതൊന്നും കുഴപ്പമില്ല. കാരണം 2 കൊല്ലമൊക്കെ ആകുമ്പോഴത്തേന് വണ്ടിക്ക് വലിയ കേടൊന്നും വന്നിട്ടുണ്ടാവില്ല, പുതിയ വണ്ടിയല്ലേ. ഇതിപ്പോൾ ഉണ്ടോ, ഇപ്പോൾ ചിലവർ ഇപ്പോഴും കയറുമ്പോൾ ആൾക്കാർ ചോദിക്കും പുതിയ വണ്ടിയാണോ. ലാസ്റ്റ് ഇപ്പോൾ ഒരാൾ കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രാത്രിയായിരുന്നു. നമ്മൾ മേൽഭാഗമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കളർ പിടിച്ചിട്ടുണ്ട്. അതെന്താന്ന് ഈ കസ്റ്റമർ ചിലവർ കുട്ടികളൊക്കെ ഉണ്ടാവും, മേലെ കൂടി ഇങ്ങനെ വരുന്നതും, പിന്നെ ആ പിടുത്തത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് കളറുകളായിട്ടുണ്ട്. അപ്പോൾ അയാൾ രാത്രിയായിട്ട് ചോദിച്ച്, നമ്മൾ വണ്ടി ജസ്റ്റ് എപ്പോഴും ക്ലീനിലാണ് കൊണ്ടുപോവുക. പിന്നെ നമ്മൾ ആ ക്ലോത്ത് ഒന്നും നനച്ചെടുക്കുമല്ലോ, അതുകൊണ്ട് തുടച്ചാൽ തന്നു. ആ ക്ലോത്തുമ്പോൾ നല്ല പെട്ടെന്ന് പൊടിയൊക്കെ പിടിച്ച് എടുക്കും. തുടക്കുമ്പോൾ നമ്മൾ ഡാഷ്ബോർഡൊക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കും. ഡാഷ്ബോർഡും പിന്നെ ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ അവിടെയൊക്കെ നല്ല പൊടി ഉണ്ടാവും. അവിടെയൊക്കെ അതുകൊണ്ട് നനച്ചിടുമ്പോൾ വേറൊരു വാഗനറും വരുന്നുണ്ട്. അത് ഇങ്ങോട്ടാണോ, അവിടെ സ്ലോ ആക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ടാക്സിക്കാർ നിൽക്കുന്ന റൂം എന്തെങ്കിലും ഉണ്ടാവും. നല്ലൊരു പാർക്കിംഗ് സൗകര്യം ഉണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ, ഫോൺ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അടുത്തൊരു മാച്ച് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ, കീർത്തന വിദ്യോദയ സ്കൂൾ. അവിടെ അങ്ങനെ ഒരു സ്കൂളുണ്ട്, അതിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്.
1.2 കിലോമീറ്റർ. ഇന്ന് സ്കൂളിൽ കൂടിയൊക്കെ എന്തൊക്കെ പരിപാടികളുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് പിക്ക് ചെയ്ത ഇൻ്റർസിറ്റിൻ്റെ അവിടെ ഒരു സ്കൂളുണ്ട്, അവിടെയും ചെറുതായിട്ട് തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഏകദേശം HMT റോഡ് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു കോളേജ് ഉണ്ട്, അവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഏതായാലും കീർത്തനെ പോയി പിക്ക് ചെയ്യട്ടെ. നമ്മുടെ മെയിൻ റോഡ് കയറിയിട്ടാണ്. മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെ ഇട്ട് നിൽക്കുന്നത്, പൂക്കാട്ടുവാടി റോഡിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടേക്കൊരു 100 മീറ്റർ. ഇതിപ്പോൾ ഡ്രോപ്പ് എടുക്കാൻ ഞാൻ നോക്കിയില്ല, കാരണം ഇപ്പോൾ മാച്ച് ട്രിപ്പ് ഞാൻ വരുമ്പോൾ ജസ്റ്റ് നോക്കുക കിലോമീറ്റർ മാത്രം, പിക്കപ്പ് കിലോമീറ്റർ എത്ര ഉണ്ട് നോക്കും. അതാണ് ഞാൻ ഇപ്പോൾ മെയിനായിട്ട് നോക്കല്. അത് നോക്കാൻ തന്നെ സമയമില്ല, അപ്പോൾ ഇതിനാ ട്രിപ്പ് കിട്ടൂല. ഇപ്പോൾ പിക്കപ്പ് ജസ്റ്റ് നോക്കും, എന്നിട്ട് നമ്മൾ മാച്ച് ട്രിപ്പ് എടുക്കുള്ളൂ. ഇപ്പോൾ റേറ്റ് നോക്കലില്ല, അത് ഡ്രോപ്പ് ചെയ്യണ സ്ഥലവും നോക്കലില്ല. ഇതിപ്പോൾ ഏകദേശം 200 രൂപയുടെ ട്രിപ്പാന്ന് തോന്നുന്നുണ്ട് അല്ലേ, ഇത് എടുക്കാമെന്നറിയില്ല. എന്തായാലും ആ ഭാഗത്തേക്കാണെങ്കിൽ ഒന്നും കൂടി നല്ലത്, എറണാകുളം ഭാഗത്തേക്കാണെങ്കിൽ. നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ട്, 2 പുള്ളിയുള്ള CNG, അപ്പോൾ അതടിക്കണം. നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഈ ടീച്ചറും 3 സ്റ്റുഡൻറ്റും ആയിരുന്നു. അപ്പോൾ ഇവിടെ PWയുടെ ഒരു ഓഫീസുണ്ട്, പത്തടിപ്പാലം, ഇതുണ്ടോ, അവിടേക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അതിന് നമുക്ക് കിട്ടിയത് 183 രൂപ കേട്ടോ. അതിന് നമുക്ക് കിട്ടിയത് 8.23 കിലോമീറ്റർ. കുട ഇല്ലല്ലോ. ഓക്കെ. ചെക്കൻ വന്നിട്ട് കുട ഉണ്ടോ എന്ന് ചോദിച്ച്. കുട ഉണ്ട്, നമ്മളതൊന്നുണ്ട് ഇവിടെ എൻ്റെ കാലിൻ്റെ അടിയിൽ. വേറെ അവരിതിവിടെ കാണാനൊന്നുമില്ല. അവർക്ക് ഇവിടുന്ന് ഒരു കുട കിട്ടിയിട്ടുണ്ട്, ഇതുണ്ടോ. അപ്പോൾ സ്റ്റുഡൻറ്റും ടീച്ചർമാരെ കുടയിൽ അങ്ങോട്ട് ആയിട്ടുണ്ട്. നല്ല പെരുമഴ പെയ്യുന്നുണ്ട് കേട്ടോ, പെരുമഴ. അപ്പോൾ നമ്മളെ CNG ഏകദേശം കഴിയാനായിട്ടുണ്ടല്ലോ, 2 വട്ടിയിൽ ഇപ്പോൾ കുറച്ചായി. അപ്പോൾ ഇവിടെ യൂട്ടേൺ തിരിഞ്ഞിട്ട് നേരെ പത്തടിപ്പാലം പോവാം. വേറെ ട്രിപ്പ് വന്നു പോയാൽ കിട്ടിയില്ല. അപ്പോൾ ഊബർ ഓഫ് ചെയ്യണില്ല. നമ്മൾ ഒരു ട്രിപ്പും പാടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ ലോക്കലൊക്കെ എടുത്ത് ഓടാനുള്ള CNG ഉണ്ട്. നല്ല മഴ ഉണ്ട്. അപ്പോൾ ഏതായാലും പോയി പത്തടിപ്പാലം പോയിട്ട് CNG അടിക്കട്ടെ. അപ്പോൾ നമ്മൾ CNG കാര്യങ്ങൾ അടിച്ചിട്ടോ. 630 രൂപയാണ് ആയത്. ഫുൾ ടാങ്ക് കയറിയിട്ടുണ്ട്, നല്ല കുഴപ്പമില്ലാത്ത പ്രഷറുണ്ട്. അപ്പോൾ കഴിഞ്ഞ 183 കിലോമീറ്റർ ഓടിയ, വീണ്ടും 2 വട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലാത്ത മൈലേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ വേറെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. നേരെ നമ്മൾ മൊബൈൽ ഷോപ്പിൻ്റെ അവിടെ പോവാം. നമ്മൾ ഷോപ്പിൽ കയറിയിട്ട് കുമ്മനടിച്ചാണ്ട് അവിടെ നിൽക്കൂല കേട്ടോ. നമ്മളവിടെ കയറുക, അവിടുന്ന് ഫുഡ് കഴിക്കുക, അവിടുത്തെ ചങ്ങാതിനെയും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ പോവുക. ഊബർ ഓഫ് ചെയ്യില്ല, എന്നും ഇങ്ങനെ ഊബർ ഓടാൻ നടക്കൂല. ഇനിയിപ്പോൾ ഇൻഷുറും കാര്യങ്ങളൊക്കെ വരാറുണ്ട്, പൈസ അല്ല. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ പോയിട്ട്. അപ്പോൾ നമ്മളെ മൊബൈൽ ഷോപ്പ് എത്തിയിട്ടോ. ഊബർ ജസ്റ്റ് ഇപ്പോഴും ഓഫ് ചെയ്തു. ഇതിന് മുമ്പ് ഒരു മാച്ച് ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, അത് കിട്ടിയില്ല. ഇതുവരെ ഓണാക്കിയിട്ടുണ്ടായിരുന്നു, ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ പോകാമെന്നുള്ള ചിന്തയിലായിരുന്നു. അപ്പോൾ ട്രിപ്പൊന്നും വന്നില്ല. ഇതായിട്ട് നമ്മളെ മൊബൈൽ ഷോപ്പ്, വൺ ടച്ച് മൊബൈൽ ഷോപ്പ്. അപ്പോൾ ഇനി ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുക, നേരെ ഫുഡ് കഴിക്കാൻ പോകും. ഇവിടെ ഒരു പുതിയൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്, പുതിയതല്ല, ഹബീബി അറ്റുവച്ച ഉണ്ടോ, പഴയതാണ്. പക്ഷേ എങ്കിൽ അത് വീണ്ടും റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് വേറെ ആൾക്കാർ. അപ്പോൾ അവിടെ പോയി ഊണായിക്കട്ടെ. ഏകദേശം ഒരു സമയം ഒരു 3 മണിയായപ്പോഴാട്ടോ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിരിക്കണത്. ഒരു ധന്യാന ട്രിപ്പ് അടിച്ചിരിക്കണേ, പനമ്പള്ളിക്കാണ്. അപ്പോൾ എവിടെ നിന്നാണ് പിക്കപ്പ് നോക്കട്ടെ. 600 മീറ്റർ ഉള്ളൂ. ഓക്കെ, നമ്മളെ ഫ്രണ്ടിക്ക് ആ ഭാഗത്തേക്ക് തന്നെയാണ്. അപ്പോൾ വേഗം പോട്ടെ. നമുക്ക് ഇതിൻ്റെ മുമ്പൊരു എന്തായാലും ഒരു 5-6 ട്രിപ്പായാലും അടിച്ചിട്ടുണ്ടാവും. അതിൽ ഒന്ന് മാത്രമാണ് ട്രിപ്പായിട്ട് നേരത്തെ ഒന്ന് വന്നത്. പക്ഷേങ്കിൽ അത് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ക്യാൻസൽ ചെയ്ത്. ബാക്കിയൊക്കെ നമുക്ക് മാച്ച് ട്രിപ്പ് വന്നിട്ടുണ്ടായില്ല, അതൊന്നും കിട്ടിയില്ല. പിന്നെ റാപ്പിഡോയിൽ ഒരു എയർപോർട്ട് ട്രിപ്പും വന്ന്, ഒരു ലോക്കൽ ഒരു 300 രൂപയുടെ ട്രിപ്പും വന്ന്, അത് രണ്ടും കിട്ടിയില്ല. ഇപ്പോൾ കിട്ടിയപ്പോൾ ഇതാണ് 3:10 ഇപ്പോൾ സമയം. പനമ്പള്ളിക്കാട്ടോ. നമ്മൾ ഏകദേശം നിർത്തുന്ന സമയം ആവാനായിട്ടുണ്ട്. ഒരു 5-5:30-6 മണിയാകുമ്പോൾ നിർത്തുന്നത്. ഞാൻ റൂമിലേക്ക് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്, നിർത്തുകയാണ്, പരിപാടി നിർത്തുകയാണ്. 4:09 അതിൻ്റെ സമയം. അപ്പോൾ ഇപ്പോൾ 2 ട്രിപ്പാട്ടോ നമ്മളെടുത്തത്. നമുക്ക് റാപ്പിഡോയിലൊരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിവിടെ കലൂര് സ്റ്റേഡിയത്തിലാട്ടുള്ളത്. നമ്മൾ ആ ഡെസ്റ്റിനേഷൻ ഇട്ടപ്പോഴേ ആ സിഗ്നലിൽ നമുക്ക് അപ്പം തന്നെ റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചു, ജസ്റ്റ് കലൂർ സ്റ്റേഡിയത്തിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക്. അപ്പോൾ ഞാൻ വീണ്ടും അവിടെ യൂട്ടേൺ അടിച്ചിട്ട് ആളെ പിക്ക് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ട്രിപ്പും പാടെ ഉണ്ടായിരുന്നു, നിങ്ങൾ തന്നെ പോരുമെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചോദിച്ച്. അപ്പോൾ എന്നോട് പറഞ്ഞു അത് ബ്രോഡ്വേക്കാണ് പറഞ്ഞത്, ബ്രോഡ്വേയിൽ കുറച്ച് അകത്താണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് എടുക്കണ്ടെന്നാണ് വിചാരിച്ചിരിക്കണം, ആ ഭാഗത്തേക്ക് മാത്രമേ എടുക്കുള്ളൂ റൂമിൻ്റെ അടുക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബ്രോഡ്വേക്ക് ഞാൻ എന്തായാലും പോകില്ല, അവിടെ മൊത്തം തിരക്കേക്കര, അവിടെ നടക്കാൻ തന്നെ സ്ഥലം ഉണ്ടാവില്ല ബ്രോഡ്വേനകത്ത്. അപ്പോൾ അങ്ങോട്ടാണ് അടുത്ത ട്രിപ്പ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ നോക്കട്ടെ, നമുക്ക് അവിടെ എത്തുമ്പോഴത്തേന് വേറെ ട്രിപ്പ് അടിച്ചിട്ടില്ലെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. പിന്നെ എന്നോടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ഞാൻ അല്ലെങ്കിൽ എനിക്ക് പോകാൻ താല്പര്യമില്ല, വേറെ ട്രിപ്പ് അടിച്ചിക്കണമെന്നാണ് പറയാൻ കരുതിയേനെ. കാരണം ആ ഭാഗത്തേക്ക് പോയാലേ എന്തായാലും വണ്ടിമേൽ വരെ ഉഗ്ഗും. കാരണം അവിടെ നടക്കാനും കൂടി സ്ഥലമില്ലാത്തൊരു മാർക്കറ്റാണത്.
അപ്പോൾ ആ മാർക്കറ്റിൽ കുറേ സ്ഥലങ്ങളുണ്ട്, ചില ഭാഗങ്ങൾ ഓക്കെയാണ്, അതിൻ്റെ കുറച്ചും കൂടി അപ്പുറം ചെന്നാൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഏതായാലും ഞാൻ എന്നിട്ട് ഊബർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. റാപ്പിഡോയിലാണ് കേട്ടോ ഇപ്പോൾ ഈ ലാസ്റ്റ് ട്രിപ്പ് ഓടിയത്. ഊബർ ഒന്നും കൂടി ഓൺ ആക്കിയാണ്ടേ നമുക്ക് ഡെസ്റ്റിനേഷനിലോട്ട് നേരെ പോവാം. ഇപ്പോൾ ഇവിടെ സ്റ്റേഡിയത്തിലാണുള്ളത്, കലൂര് സ്റ്റേഡിയത്തിലുള്ളത്. റാപ്പിഡോയിൽ ഇന്നൊരു ട്രിപ്പ് കൊടുത്ത് ഊബറിൽ 6 ട്രിപ്പായിട്ടാണ് എടുത്തത്. 1855 രൂപക്കാണ് ഓടിയത്. യാത്രയിലൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, ഈ ട്രിപ്പ് കൊണ്ട് പോന്നപ്പോൾ. അപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പോൾ ഊബർ ഓൺ ആക്കട്ടെ, ഡെസ്റ്റിനേഷൻ ഇടാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. 5:32 ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ ഊബർ ഞാൻ വരുന്ന വഴിക്ക് തന്നെ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഊബർ ഞാൻ വരുന്ന വഴിക്ക് ഓഫാക്കി. കാരണം എന്താ വെച്ചാൽ 2 ട്രിപ്പ് അടിച്ചു. ഒന്ന് നമുക്ക് അടിച്ചത് പോത്തീസിക്കായിരുന്നു. അത് ഏകദേശം ആ ചെങ്ങമ്പുഴേൻ്റെ അവിടെ നിന്നാണ് നമുക്ക് അടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം എടപ്പള്ളീൻ്റെ പാലം കയറാൻ നേരത്ത് വീണ്ടും അടിച്ചു. അതും വേറെ എവിടെക്കോ നമ്മളെ എടച്ചിറക്കാൻ തോന്നുന്നുണ്ട്, എടച്ചിറക്കൊരു ട്രിപ്പ് അടിച്ചു. അതും ഞാൻ എടുത്തില്ല, കാരണം ഡെസ്റ്റിനേഷൻ ഇങ്ങോട്ടല്ല ഇട്ടിക്കണേ. അതെന്താണെന്നോ, വണ്ടികളില്ലാത്തതുകൊണ്ടേ തിരക്കായപ്പോൾ ഡെസ്റ്റിനേഷനൊന്നും നോക്കണില്ല ഊബർ, അങ്ങോട്ട് വാരി വലിച്ച് എവിടേക്കൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഓഫ് ചെയ്ത്. വരുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ എത്തുന്നത്, 5:35 സമയം. ഇവിടെ ഈ വള്ളത്തോളിലും നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഓടിയതാട്ടത് CNG അടിച്ചിട്ട് ഒരു 32 കിലോമീറ്റർ ഓടിയുണ്ട്. 7 അട്ടിമ്പാടുണ്ട് CNG. ബിയിൽ 124 കിലോമീറ്ററാണ് ഇന്ന് ഓടിയത്. അത് 0 ആക്കട്ടെ. അപ്പോൾ ഞാൻ വണ്ടി ഇവിടെ താഴത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. വണ്ടി ഇന്ന് കൈകണം, വണ്ടിയുമ്പോൾ അത്യാവശ്യം ചളിയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അത്യാവശ്യം ഓടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും നടക്കൂല. അപ്പോൾ ഏതായാലും നാളെ എന്തായാലും ലീവായിരിക്കും. അപ്പോൾ ഇനി തിങ്കളാഴ്ച കാണാം.